നമസ്കാരം. MS മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാലയത്തിനും നാടിനും മുതൽക്കൂട്ടായി അമ്മക്കൂട്ട്. വിദ്യാലയത്തിനും നാടിനും മുതൽക്കൂട്ട് എന്ന പ്രഖ്യാപനത്തോടെ അമ്മമാരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനായി ചേരിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിന്റെ തനതു സംരംഭമായ അമ്മക്കൂട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കബീർ മാസ്റ്റർ നിർവഹിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അമ്മക്കൂട്ട് എന്ന പദ്ധതി കൈവിടാതെ നമ്മുടെ കല്യാണങ്ങളും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ പായസം കൊടുക്കാനുള്ള ഓർഡർ എടുത്തു, പുഡിംഗ് കൊടുക്കാനുള്ള ഓർഡർ എടുത്തു. അങ്ങനെ ഒരു ടീമായി കഴിഞ്ഞാൽ കല്യാണക്കാർ നിങ്ങളെ തിരഞ്ഞെടുക്കും. അവർക്ക് ശുദ്ധമായ പുഡിംഗ് കിട്ടുകയും നിങ്ങൾക്ക് വരുമാനം ഒന്നിച്ചു കിട്ടുകയും. അപ്പോൾ ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിന്റെ ആശയങ്ങളോടി പുതിയ തലത്തിൽ തേടിക്കൊണ്ട് അമ്മക്കൂട്ടിന്റെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനമാകും, ഒരു സഹായകമായി മാറും, ഇതൊരു പ്രചോദനമാകും. അത്തരം ഒരുപാട് അവസരങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ആശയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അച്ഛന്മാരെ മാത്രം അല്ലെങ്കിൽ വാപ്പമാരെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറി എൻ്റെ കുടുംബത്തിന്റെ വരുമാനത്തിലേക്ക് തന്റേതായ പങ്ക് കിട്ടുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയുടെ ഒരു കാലഘട്ടമാണ്. പല സ്ത്രീകളും അത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. ആർക്കും ശല്യമില്ലാതെ വീട്ടിൽ കിട്ടുന്ന ഒഴിവ് സമയം പൂണ്ടാക്കിയും അതുപോലെ തന്നെ പൂമാല ഉണ്ടാക്കിയൊക്കെ പല രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൂ രാവിലെ വാങ്ങാൻ കിട്ടിയാൽ ഇപ്പൊ നമ്മൾ വേലാറ്റിൽ പോയി വാങ്ങുന്നുണ്ടോ, അത്യാവശ്യ സമയത്തോടെ ചെല്ലുമ്പോൾ 9 മണി ഞാൻ പൂവിട്ടില്ല. അപ്പൊ നമുക്ക് മുറ്റത്ത് തന്നെ മുല്ല ഉണ്ടാക്കി പൂവുണ്ടാക്കി ചിലപ്പോൾ നഷ്ടങ്ങൾ വരും, ചിലപ്പോ കച്ചവടം നടന്നില്ലെന്ന് വരും, എന്തെങ്കിലും ചെടി പിന്നെയും പൂക്കും. ആ രീതിയിലുള്ള പ്രയാസങ്ങളില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ആലോചനയും ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് പരസ്പരം ആശയം കൈമാറുമ്പോഴാണ് പുതിയ സാധ്യതകൾ കാണുക, പുതിയ വിപണികൾ കാണുക. വിഷാംശമില്ലാത്ത പച്ചക്കറി ഇന്ന് അതിൻ്റെ ഒരു മാർക്കറ്റിന്റെ സമയം എത്ര വില കൂടുതൽ അത് വാങ്ങും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ മുന്നത്ത് മത്സ്യം ചെറിയ ടാങ്ക് കെട്ടി ആവശ്യത്തിലുള്ള മത്സ്യമുണ്ടാക്കാനുള്ള പദ്ധതികളുണ്ട്. ഗ്രാമപഞ്ചായത്തിനുണ്ട്, സർക്കാരിനുണ്ട്. ഇതൊക്കെ ഒരുപാട് അനന്തമായ സാധ്യതകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ അമ്മക്കൂടിന്റെ പേരിലായി കഴിഞ്ഞാൽ അത് സ്കൂളിന് ഒരു പേരാണ്. ചേരിപ്പറമ്പത്തോളം നൂതനമായ ആശയങ്ങൾ വരുമ്പോൾ നമ്മളെ നാടിനാകെ പേരാണ്, സ്കൂളിന്റെ പേരാണ്, അച്ഛൻ്റെ പേരാണ്, എല്ലാവരുടെ പേരാണ്, PTA പേരാണ്. നിങ്ങൾക്ക് എല്ലാവരും പങ്കാളിയാവുമ്പോൾ ഒരു നല്ല സംതൃപ്തി കിട്ടും. ആ രീതിയിൽ നല്ല ആശയമായി ഇതിന് തുടക്കം കുറിക്കാം. എല്ലാവരുടെയും സഹായം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നമസ്കാരം. അമ്മക്കൂട്ടിന് ചെയ്യാവുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളും അതിനുവേണ്ട നിർദ്ദേശങ്ങളും ശ്രീ കബീർ മാസ്റ്റർ പങ്കുവച്ചു. ഒപ്പം തന്നെ ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. SMC ചെയർമാൻ ശ്രീ സുർജിത്ത്, PTA വൈസ് പ്രസിഡന്റ് ഫസീല, MTA പ്രസിഡന്റ് വിനീത, അധ്യാപക പ്രതിനിധി ബുഷ്റ KK, PTA എക്സിക്യൂട്ടീവ് അംഗം ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാനാധ്യാപിക ശ്രീജ AM സ്വാഗതവും കൺവീനർ ബുഷ്റ CA നന്ദിയും പറഞ്ഞു. ചടങ്ങിനു ശേഷം നടന്ന വിപണനമേളയിൽ അംഗങ്ങൾ തയ്യാറാക്കിയ വിവിധ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയോട്.